ഇല്ലാത്തവളെ, നീ എന്തിനെവിടെ ഇരിക്കുന്നു? മച്ചയായ നിനക്ക് ജീവിച്ചിരിക്കാൻ നാണമില്ലേ? എന്റെ ദൈവമേ, ഞാൻ എത്ര നാളെ അപമാനം സഹിക്കേണ്ടി വരും? ഹന്നെ, നീ എന്തിനു കരയുന്നു? നീ എന്തിനു പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്തിന്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ? നീ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് നിനക്കറിയാമല്ലോ. എനിക്കറിയാം പ്രിയനെ. എന്നിട്ടാണോ ഇങ്ങനെ കരയുന്നത്? ഭക്ഷണം കഴിക്കൂ, നമുക്ക് ശീലവിലേക്ക് യാത്ര തിരിക്കേണ്ടതാണ്. വരൂ. നിങ്ങൾ ഇത് എന്താണ് ചെയ്യുന്നത്? ആ മാംസം എടുക്കരുത്, അത് ദൈവത്തിനുള്ളതാണ്. ദൈവത്തിനായി വേറെ മാംസം. ഇത് പുരോഹിതനുള്ളതാണ്, അത് ആദ്യം പുരോഹിതൻ തന്നെ കൊടുക്കണം. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ അടിയന് ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ ഞാൻ അവന് ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല. നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? അല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. അടിയന്റെ ഹൃദയം യഹോവയുടെ സന്നിധിയിൽ പകരുകയത്രേ ഞാൻ ചെയ്തത്. അടിയനെ ഒരു നീതി സ്ത്രീയായി കണക്കാക്കരുതേ. അടിയന്റെ വ്യസനത്തിന്റെ ആധിക്യം കൊണ്ടത്രേ സംസാരിച്ചത്. സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. ദൈവം നിന്റെ അപേക്ഷ കേട്ട് ഉത്തരം നൽകുമാറാകട്ടെ. ഞാനിവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി. ഇവന് ശമൂവേൽ എന്ന് പേരാകും. വർഷം തോറും എൽക്കാനയും കുടുംബവും യഹോവയ്ക്ക് യാഗം കഴിക്കാൻ പോവുക പതിവായിരുന്നു. എന്നാൽ ഹന്ന പോകുന്നില്ല. ഞങ്ങൾ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ പോകുന്നു, നീ വരുന്നില്ലയോ ഹന്ന? ശിശുവിന്റെ മുലവിളി മാറട്ടെ, എന്നിട്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ പാർക്കേണ്ടതിന് ഞാൻ അവനെ കൊണ്ടുപോരാം. നിന്റെ ഇഷ്ടം പോലെയാകട്ടെ. അവന്റെ മുലകുടി മാറും വരെ താമസിക്കട്ടെ. യഹോവ തന്റെ വചനം നിവർത്തിക്കുമാറാകട്ടെ. കുഞ്ഞിന് 3 വയസ്സ് ആകുമ്പോൾ ഒരു പറ മാവ് ഒരു തുരുത്തി വീഞ്ഞുമായി ഹന്ന കുഞ്ഞിനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. യജമാനനാണ് യഹോവയുടെ സന്നിധിയിൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു. അവൻ എനിക്ക് ഉത്തരം അറിയത് കൊണ്ട് ഞാൻ ഇവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. എന്റെ കൊമ്പ് യഹോവയിൽ ഉയർന്നിരിക്കുന്നു. എന്റെ വാൾ ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. യഹോവയെ പോലെ പരിശുദ്ധനില്ലല്ലോ, നീയല്ലാതെ മറ്റൊരുത്തനുമില്ല. ബാലനായ ശമൂവേൽ ഏലിയുടെ മുന്നിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. വർഷം തോറും എൽക്കാനയും ഹന്നയും അവനെ കാണാൻ പോവുക പതിവായിരുന്നു. നീ സുഖമായിരിക്കുന്നു മകനേ? അതെ അമ്മേ, ഞാൻ ദൈവവേലയിൽ മുഴുകിയിരിക്കുന്നു. ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിപ്പിച്ച നിവേദനത്തിന് പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് ഇനിയും സന്തതി നൽകും. പിന്നെയും ഹന്ന 5 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു. ഈ സമയം വഴിവിട്ടു തിരിഞ്ഞ ഏലിയുടെ പുത്രന്മാർ മദ്യം വെച്ചും മറ്റു സ്ത്രീകളുമായി പരസംഗം ചെയ്തും ജീവിക്കുന്നു. നിങ്ങൾ ഈ വക ചെയ്യുന്നത് എന്ത്? നിങ്ങളുടെ ദുഷ്പ്രവൃത്തിയെ കുറിച്ച് ഈ ജനമൊക്കെയും എന്നോട് പറയുന്നു. അങ്ങനെ അരുത് മക്കളെ. മനുഷ്യന് വേണ്ടി പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താൽ അവന് വേണ്ടി ആർ അപേക്ഷിക്കും? നിന്റെ പിതൃഭവനം മിസ്രയീമിൽ ഫറവോന്റെ ഗൃഹത്തിന് അടിമകളായിരുന്നപ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ട് നിശ്ചയം. നിന്റെ യാഗപീഠത്തിന്മേൽ കയറുവാനും ധൂപം കാട്ടുവാനും എന്റെ സന്നിധിയിൽ ഏഫോദ് ധരിപ്പിക്കാനും ഞാൻ അവരെ തിരഞ്ഞെടുത്തു. നീ നിന്റെ പുത്രന്മാരെക്കാൾ എന്നെ ബഹുമാനിക്കുന്നു. നിന്റെ ഭവനവും
നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. നിശ്ചയം. ഇപ്പോൾ യഹോവ അരുളി ചെയ്യുന്നു, ഇങ്ങനെ ഒരിക്കലും ആകില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. നിന്റെ ഭുജവും നിന്റെ പിതൃഭവനത്തിന്റെ ഭുജവും തകർത്ത് കളയുന്ന നാളുകൾ ദാ വരുന്നു. ശമൂവേലേ, ശമൂവേലേ. അടിയൻ. അടിയനിതാ എന്നെ വിളിച്ചുവല്ലോ. ഞാൻ വിളിച്ചല്ല മാനെ, പോയി കിടന്നുകൊള്ളുക. ശമൂവേലേ, ശമൂവേലേ. അടിയൻ. അടിയനിതാ എന്നെ വിളിച്ചുവല്ലോ. ഞാൻ വിളിച്ചല്ല മാനെ, പോയി കിടന്നുകൊള്ളുക. ശമൂവേലേ, ശമൂവേലേ. അടിയൻ. അടിയനിതാ എന്നെ വിളിച്ചുവല്ലോ. ഞാൻ വിളിച്ചല്ല മാനെ, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണം. ശമൂവേലേ, ശമൂവേലേ. അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങും. ഏലിയുടെ ഭവനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതൊക്കെയും ഞാൻ നിവർത്തിക്കും. ഞാൻ അവന്റെ ഭവനത്തിന് ശിക്ഷ വിധിക്കും. യാഗത്താലും വഴിപാടിനാലും ഇതിനൊരു നാളും പരിഹാരം വരികയില്ല. ശമൂവേലേ, മകനെ, അടിയനിതാ. നിനക്കുണ്ടായ അരുളപ്പാട് എന്ത്? എന്നെ ഒന്നും മറക്കരുത്. ദൈവം നിന്നോട് അറിയിച്ചത് എന്നോട് മറച്ചാൽ ദൈവം അധികമായി നിന്നോട് ചെയ്യട്ടെ. യഹോവയല്ലോ അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ നമ്മെ നിന്ദിക്കുന്ന, കളിയാക്കുന്ന, അവഗണിക്കുന്ന പലരുമുണ്ട്. ആ സമയത്തും അവരെ ഒന്നും നോക്കാതെ യഹോവയെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പറയാം, അടിയനിതാ എന്ന്.